നിങ്ങൾ പഠിക്കുമ്പോൾ കാല് തറയെ തൊടാൻ പാടില്ല. നമ്മുടെ തലച്ചോറ് ഞരമ്പ് വർക്ക് ചെയ്യുന്ന എങ്ങനെയാണെന്ന് അറിയാമോ? നമ്മുടെ ഞരമ്പിൻ്റെ എല്ലാം സർഫസ് സോഡിയം പൊട്ടാസ്യം അയൺസ് ആണ്. അതിനകത്തൊരു ഇലക്ട്രോൺ ഇങ്ങനെ ജമ്പ് ചെയ്യുമ്പോഴാണ് നെർവസ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. നമ്മുടെ കാല് തറ തൊട്ടുപോയുണ്ടല്ലോ, ഈ ഇലക്ട്രോൺസിന്റെ ഭൂമി എത്തി നിങ്ങളൊരു 45 മിനിറ്റ്സ് കൊണ്ട് പഠിക്കാനുള്ള ശക്തി പോകും. നിങ്ങൾ ചെരുപ്പില്ലാതെ നടന്നു നോക്കിയിട്ടുണ്ടോ? 4 കിലോമീറ്റർ ആകുമ്പോഴേ നമ്മൾ ക്ഷീണിക്കും. നമ്മൾ ചെരുപ്പിട്ട് നടന്നാലോ 10 കിലോമീറ്റർ പോകും. ഞങ്ങൾ പോലീസുകാരുടെ ബൂട്ട്സ് ഇടും, ഇവിടം വരെയുള്ള ബൂട്ട്സ് അങ്ങോട്ട് ഇട്ട് നടക്കും. 50 കിലോമീറ്റർ 60 കിലോമീറ്റർ നടന്നാൽ ഞങ്ങൾ ക്ഷീണിക്കില്ല. കാര്യം എന്താ പറഞ്ഞാൽ ഇലക്ട്രോൺ ലോസ് ഇല്ല, നെർവ് ഡാമേജ് ആവുന്നില്ല. അതുകൊണ്ട് പ്രശ്നം. പഠിക്കുമ്പോൾ കാല് തറയെ തൊടാതെ ഒരു സ്റ്റൂളോ, തലയണയാണ് ഏറ്റവും ബെസ്റ്റ് ഉണ്ട്. തലയണയുടെ പുറത്ത് കാല് വെച്ച് പഠിച്ചാൽ മണിക്കൂറുകളോളം പഠിക്കാൻ പറ്റും. ഞാൻ ഈ ഓഫീസിൽ നിന്ന് 10-12 മണിക്കൂർ വർക്ക് ചെയ്യും. ഞാനൊരു സ്റ്റൂൾ ഉണ്ടാക്കിയിട്ട് ആ സ്റ്റൂളിന് മണ്ടയ്ക്ക് ഒരു തലയണ വെച്ച് കെട്ടിയിട്ട് കാല് പൊക്കി അതിനകത്ത് വെക്കും. 200-300 ഫയൽ നോക്കി രാത്രി 11 മണി ഫയൽ നോക്കും. ഒട്ടും കുഴപ്പമില്ല. എനിക്ക് ട്രാൻസ്ഫർ ആകുമ്പോൾ എൻ്റെ പോലീസുകാരെ പറയും, അയാൾ ഇപ്പോൾ ഒരു സ്റ്റൂളും പൊക്കി കൊണ്ടുവരും എന്ന് പറയും. ഞാൻ പോകുന്നിടത്തേക്ക് ഈ സ്റ്റൂൾ കൊണ്ടുവരുന്നു. റിട്ടയർ ചെയ്തപ്പോൾ സർക്കാരിന് കൊടുത്തിട്ട് വീട്ടിൽ കൊണ്ടുപോയില്ല, സർക്കാരിന് കൊടുത്തിട്ട് പോകുന്നു. അപ്പോൾ നിങ്ങൾ തലയണയുടെ പുറത്ത് വെച്ചോ ഒരു സ്റ്റൂളിന് പുറത്ത് വെച്ചിട്ടോ പഠിച്ചാൽ, മണിക്കൂറുകൾ പഠിച്ചാൽ നിങ്ങൾ ക്ഷീണിക്കുകയല്ല. ആ പഠിക്കുന്ന മുഴുവൻ നിങ്ങൾക്ക് മനസ്സിലാവും, സത്യമായിട്ട് മനസ്സിലാവും. 1 മണിക്കൂർ വിഷയം പഠിച്ചാൽ നിർത്തി വെച്ചിട്ട് അടുത്ത വിഷയമേ പഠിക്കാം. കാരണം 1 മണിക്കൂർ ഒരു വിഷയം പഠിക്കുമ്പോൾ തന്നെ അത് സ്റ്റോർ ചെയ്തിരിക്കുന്ന നമ്മുടെ DNA മോളിക്യൂൾ ഉണ്ടല്ലോ ക്ഷീണിക്കും. ക്ഷീണിച്ചു കഴിഞ്ഞാൽ പിന്നെ RNA DNA കൺവേർഷൻ സ്ലോവർ ആവും, പഠിക്കാൻ പറ്റില്ല. അപ്പോൾ 1 മണിക്കൂർ കെമിസ്ട്രി പഠിച്ചാൽ താത്ത് വെച്ചിട്ട് അടുത്ത മണിക്കൂർ ഫിസിക്സ് പഠിക്കണം. അതിനപ്പുറത്തെ മണിക്കൂർ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിക്കണം. അപ്പോൾ ഈ സ്കൂളിൽ ടൈം ടേബിൾ ഉണ്ടാക്കുമ്പോൾ ഓരോ മണിക്കൂറായിട്ട് വിഷയം മാറുന്നതെന്നറിയാമോ? സാറിന് നല്ല, നമുക്ക് നല്ലതാണ്. ഒരു ടീച്ചർ 3 മണിക്കൂർ വിഷയം പഠിപ്പിക്കാൻ പറഞ്ഞാൽ ടീച്ചർ ക്ഷണിക്കും, നിങ്ങൾക്കൊന്നും മനസ്സിലാവുകയില്ല. 1 മണിക്കൂറോടൊന്നും വിഷയം മാറിക്കൊണ്ടിരുന്നാൽ ടീച്ചറിന് എളുപ്പമാണ്, നിങ്ങൾക്ക് എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ ഒരു വിഷയം 1 മണിക്കൂർ പഠിച്ചാൽ വിഷയം മാറ്റി വേറെ പഠിക്കണം. നിങ്ങൾ 1 മണിക്കൂർ പഠിക്കാനായിട്ട് കയറിയിരിക്കുമ്പോൾ കെമിസ്ട്രി പഠിക്കാൻ പോവാണ്. നിങ്ങളെ പുസ്തകം എടുത്ത് കയ്യിലോട്ട് വെച്ചിട്ട് കണ്ണടച്ചിട്ട് കെമിസ്ട്രി 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 എന്ന് 3 പറയണം. അപ്പൊ കെമിസ്ട്രിയെ പറ്റി നമ്മുടെ തലച്ചോറിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന DNA മോളിക്കൂൾ നേരെ മെമ്മറിയിലോട്ട് വരും. വന്നിട്ട് വേണം അവിടുന്ന് വേണം തുടങ്ങാൻ പഠിത്തം. നിങ്ങൾ 1 മണിക്കൂർ പഠിച്ചു കണ്ണടച്ചിട്ട്, ഈ 1 മണിക്കൂർ ഞാൻ പഠിച്ച കെമിസ്ട്രി എന്തോ ആണ് ഇങ്ങനെ ആലോചിച്ചിട്ട് ആ പഠിച്ച ഫാക്ടറിനെ ഒരു DNA മോളിക്കൂളിൽ എംബഡ് ചെയ്തിട്ട് തലച്ചോറിനകത്ത് കൊടുക്കണം. പിന്നെ നിങ്ങൾ ഒരിക്കലും മറക്കില്ല. പഠിച്ച സാധനം എത്ര വർഷം കഴിഞ്ഞാലും മറക്കുന്ന പ്രശ്നമില്ല. 1 മണിക്കൂർ വിഷയം മാറ്റണം. 1 മണിക്കൂർ എവിടെയിട്ട് വളരെ ദൂരെയുള്ള സസ്യശ്യാമമായ പ്രകൃതി കണ്ടാൽ വളരെ ബെസ്റ്റാണ് തലച്ചോറിന്. കണ്ണിനും ബെസ്റ്റാണ്, തലച്ചോറിനും ബെസ്റ്റാണ്. ഞാൻ ഈ സ്റ്റേജിൽ നോക്കിയപ്പോൾ വളരെ അല്പം സന്തോഷം തോന്നി. നോക്കുന്ന നല്ല നല്ല സസ്യശ്യാമളമായ വൃക്ഷങ്ങളാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് പഠനമുറിയിൽ നിന്ന് ഇറങ്ങി ദൂരെയുള്ള സസ്യശ്യാമളമായ വൃക്ഷങ്ങളും ചെടികളും കണ്ടാൽ തലച്ചോറിന് വളരെ നല്ലതാണ്. പക്ഷേ ജനലിൽ കൂടെ നോക്കി അയലോക്കത്തുള്ള സുന്ദരി പെൺപിള്ളേരുള്ള വീട്ടിലോട്ടാണ് നോക്കുന്നത്, അടി വാങ്ങിക്കും കേട്ടോ, അത് വേറെ കാര്യം. നമ്മുടെ സസ്യശ്യാമളമായ പ്രകൃതി കാണാനാണ് ദൂരേക്ക് നോക്കാൻ പറയുന്നത്. പഠിക്കുമ്പോൾ നിങ്ങൾ കഴിക്കുന്ന ആഹാരമുണ്ടല്ലോ വളരെ വളരെ പ്രധാനമാണ്. നിങ്ങളുടെ അമ്മ എന്താഹാരം നിങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നോ അവിടെയാണ് നിങ്ങളുടെ പഠിത്തത്തിന്റെ എഫക്റ്റ് എന്ന് പറയുന്നത്. ഇത് നിങ്ങളുടെ അമ്മയ്ക്ക് പലർക്കും അറിഞ്ഞൂടാ, ഈ ഫുഡിന്റെ കെമിസ്ട്രി അറിഞ്ഞൂടാ. അവിടെയാണ് പ്രശ്നം. നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിശക്തി കൂട്ടാൻ ഏറ്റവും ബെസ്റ്റ് ഒരു സാധനമുണ്ട്, അത് ചെറുതേനാണ്. ചെറുതേൻ പഠിക്കുമ്പോൾ 1/2 സ്പൂൺ ചെറുതേൻ വായിൽ നിന്ന് പുരട്ടി ഇച്ചിരി തുപ്പൽ അലിയിച്ച് കുടിച്ചിട്ടിരുന്ന് പഠിച്ചാലുണ്ടല്ലോ ഒരു 2 hours ബ്രെയിൻ സൂപ്പർ പവറാണ്. നമ്മുടെ ദേവി ഭാഗവതത്തിൽ ദേവിയുടെ ദശാവതാര കഥ പറയുകയാണ്. ദേവി ആദ്യം വിശ്വേശ്വരിയായിട്ട് വന്നു, പിന്നെ ദുർഗാദേവിയായിട്ട് വന്നു, പിന്നെ പാർവതിയായിട്ട് വന്നു, പിന്നെ കാളി ഭഗവതിയായി, പിന്നെ ലക്ഷ്മിയായി, പിന്നെ സരസ്വതിയായി, പിന്നെ രാധയായി, പിന്നെ ഗായത്രിയായി, പിന്നെ ശക്തീശ്വരിയായി. 9 അവതാരം കഴിഞ്ഞപ്പോൾ ഭഗവാൻ ചോദിച്ചു, ഭഗവതിയെ കലിയുഗത്തിൽ നീ എന്തോട്ടാ പോന്നേ? ലാസ്റ്റ് അവതാരം. ഭഗവതി പറഞ്ഞു, കലിയുഗത്തിൽ ഞാൻ ബ്രഹ്മരിയായി പോവുകയാണ്. ബ്രഹ്മരൊന്നും തേനീനുടെ ദേവതയായി പോവുകയാണ്. കലിയുഗത്തിലെ മനുഷ്യർക്ക് തലച്ചോറിന് ബുദ്ധി ഉണ്ടാവണം, നാക്കിന് മതിലുണ്ടാവണം. തേൻ 1/2 സ്പൂൺ നാക്കി ഒഴിച്ചിട്ട് പഠിച്ചാൽ ഉണ്ടല്ലോ 2 മണിക്കൂർ സൂപ്പർ. നിങ്ങൾ പരീക്ഷ എഴുതാൻ കയറുമ്പം
ഒരു സ്പൂൺ തേൻ കഴിച്ചിട്ട് പരീക്ഷ കയറിയാൽ ഒരു 4 hours എക്സ്ട്രീം പെർഫോമൻസ് ആയിരിക്കും. A+ ഉറപ്പാണ്. വളരെ ശ്രദ്ധമാണ്. തേനുണ്ട് എഫക്റ്റ്. വഞ്ചന കഴിച്ചാൽ കിട്ടത്തില്ല കേട്ടോ. വഞ്ചന തേനിച്ച് പോയി പഞ്ചാര അലക്കി വെച്ചാൽ അത് നക്കി കുടിച്ചുകൊണ്ട് പോരും. ചെറുതാനുള്ള തേനിച്ച പൂക്കളിൽ നിന്ന് മാത്രമേ എടുക്കത്തുള്ളൂ. പൂക്കൾ സസ്യലോകത്തിന് ഗർഭപാത്രമാണ്. അതിനെ സംരക്ഷിക്കാൻ വേണ്ടി ഈശ്വരൻ ഒരുപാട് അരോമാറ്റിക് കോമ്പൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യണം, മെഡിസിനൽ കോമ്പൗണ്ട്സ്. അത് വലിച്ചു കുടിക്കുന്നതാണ് ഈ ചെറുത് എന്ന എഫക്റ്റ്. നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങളുടെ അമ്മ ചില ആഹാരം ഉണ്ടാക്കി തന്നാണ്ടല്ലോ, നിങ്ങളുടെ പഠിത്തം കുളമായി പോകും. അതിലേറ്റവും പ്രധാനപ്പെട്ട സാധനം ഇഞ്ചിയാണ്. ഇഞ്ചി കറിയോ ഇഞ്ചി തോരണോ നിങ്ങൾ കഴിച്ചു പോയെങ്കിൽ അത് നിങ്ങളുടെ തലച്ചോറിനെ ഇറിറ്റേഷൻ ആക്കും. നിങ്ങൾ മലയാളത്തിൽ ഇഞ്ചി എന്ന് കുരങ്ങ് കേട്ടോ. കോരങ്ങിന് ഇഞ്ചി കൊടുത്താൽ കോരങ്ങ് വാടിയുടെ ചുറ്റും ആടിച്ചങ്ങ് താർക്കും. കുരങ്ങിന്റെ കുഴപ്പമില്ല കേട്ടോ, പിന്നെ ഇഞ്ചിയുടെ കുഴപ്പമാണ്. മലയാളത്തിൽ വലിയ ദേഷ്യമുള്ള ആളെ പറയാം, അവൻ വലിയ ഇഞ്ചിയാന്ന് പറയും, ഭയങ്കര ദേഷ്യക്കാരനാന്ന് പറയും. അതാണ് ഇഞ്ചിയാന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇഞ്ചിക്കറിയും കൂട്ടിയിട്ട് കയറിയിരുന്ന് പഠിക്കുകയാണ്. ആൽബർട്ട് ഐൻസ്റ്റൈൻ, എടാ പട്ടി ഐൻസ്റ്റൈൻ ഇവിടെ കിടന്നോടാ, നീ എന്ത് നിനക്ക് വേറെ തൊഴിലൊന്നും ഇല്ലടാ. ഐൻസ്റ്റൈൻ്റെ കുഴപ്പമില്ല കേട്ടോ, നിങ്ങൾ ഇതിന് ഇഞ്ചിയുടെ കുഴപ്പമാണ്. ആ പഠിക്കുന്ന ആളിനോട് ഭയങ്കര ദേഷ്യം. അതുകൊണ്ട് ഇഞ്ചിക്കറി, ഇഞ്ചി തോരണം, ഇഞ്ചി മുട്ടായി മൺഡേ ടു ഫ്രൈഡേ. പരീക്ഷ ഉള്ള ദിവസം ഒരു തലേദിവസം തൊട്ടേക്കരുത് മക്കളെ, പരീക്ഷ കുളമായി പോകും, കുളം. പക്ഷേ ഇഞ്ചി വയറ്റിലോട്ട് ചെന്നുണ്ടല്ലോ, വിരയ്ക്ക് ഒരു രക്ഷയില്ല. വിര ജീവൻ കൊണ്ട് രക്ഷോട്ടോ. ആ വയറ്റിലെ വിര പോകാൻ വേണ്ടി സെക്കൻഡ് സൺഡേ ഇഞ്ചിക്കറി കൂട്ടിയാൽ മതി. വിരയൊക്കെ ജീവൻ കൊണ്ട് രക്ഷോട്ടോ. പഠിക്കുന്ന ദിവസവും പരീക്ഷ ഉള്ള ദിവസം ഒരു കാരണവശാൽ ഇഞ്ചിക്കറിയും ഇഞ്ചി മുട്ടായിയോ ഇഞ്ചി തോരണോ കഴിച്ചേക്കരുത്. 2, മുളകരച്ചുള്ള കറി. നമ്മുടെ അമ്മമാർക്കൊരു സ്വഭാവമുണ്ട്, മുളകരച്ച് ചുമന്ന ഒരു മീൻകറി അതങ്ങോട്ട് തിന്നു കഴിഞ്ഞാൽ നമ്മുടെ വയറുമുറി എരിഞ്ഞൊരൊറ്റ കയറ്റാണ്. പാവം അമ്മയുടെ വിചാരം എരിയും കൊണ്ട് ഇതിനാ ഭയങ്കര സാധനമാണെന്ന്. പഠിക്കുന്ന കുട്ടിക്ക് പഠിക്കാൻ പറ്റിയില്ല. പാണ്ടിമുളകായാലും പിരിമുളകാണേലും കുരുമുളകാണേലും കാന്താരി മുളകാണേലും പഠിത്തം പൊളിഞ്ഞ് കരക്കേറിയിരിക്കും. അതുകൊണ്ട് പരീക്ഷ ഉള്ള ദിവസമൊക്കെ അമ്മ ചുമന്ന മീൻകറി കൊണ്ടുവന്ന ആ മീനെടുത്ത് ഗ്ലാസ്സിൽ വെള്ളത്തിലൊന്ന് മുക്കി ആ മീനെല്ലാം കളഞ്ഞിട്ടേ മീൻ തിന്നാവും, ഇല്ലെങ്കിൽ പോക്കുകയല്ല. അല്ലാത്ത ദിവസം കഴിച്ചോ. എരി വരുന്ന പാണ്ടിമുളക്, പിരിമുളക്, കുരുമുളക്, കാന്താരി മുളക് 4 തൊട്ടേക്കരുത്. പഠിക്കുന്ന ദിവസവും പരീക്ഷ ഉള്ള ദിവസം. അല്ലാത്ത ദിവസം കഴിച്ച കുഴപ്പമൊന്നുമില്ല. കപ്പയും മീൻകറിയോട് കൂട്ടിയ ഫസ്റ്റ് സാധനം. പക്ഷെ പരീക്ഷ ഇല്ലാത്ത ദിവസമേ കഴിക്കാവൂ. എന്നാൽ തലച്ചോറിനെ ത്രസിപ്പിക്കുന്ന, ബുദ്ധിയെ ഭയങ്കരമായിട്ട് വികസിപ്പിക്കുന്ന ഒരു സാധനമുണ്ട്, ചോക്ലേറ്റ്. ഒരു ചോക്ലേറ്റ് വായിലിട്ട് വിഴുകളല്ല കേട്ടോ, തുപ്പലിൽ അലിയിക്കണം. തുപ്പലിനകത്ത് ടൈൽ എന്നൊരു എൻസൈമുണ്ട്. ടൈലിന് ഈ ചോക്ലേറ്റ് കറി ആക്ട് ചെയ്യുമ്പോൾ 3 ഉഗ്ര സാധനം റിലീസാവും. അതിലൊന്നാണ് ഡോപ്പാമിൻ. ഡോപ്പാമിൻ എന്ന് പറഞ്ഞാൽ ലവ് ഹോർമോൺ എടുക്കുന്ന സാധനമാണ്. ഫീനൈൽ ഈഥൈൽ അമീൻ, C6H5 C2H5 NH2. ഇത് തലച്ചോറിന്റെ ബുദ്ധിശക്തിയെ അപാരമായി വികസിപ്പിക്കും. നിങ്ങൾ ഐൻസ്റ്റൈനെ പഠിക്കും. ഐൻസ്റ്റൈൻ എന്തൊരു ബുദ്ധിമാനോടോ, E=mc കണ്ടുപിടിച്ച മഹാൻ, ഭയങ്കര സംഗതി. ചോക്ലേറ്റ് ആകട്ടോ. നിങ്ങൾ ഇഞ്ചി കറിയുന്നുണ്ടെന്ന് ഐൻസ്റ്റൈനെ തന്നെ വിളിക്കും. ചോക്ലേറ്റ് വായിലിട്ട് ഐൻസ്റ്റൈൻ പിടിച്ചോണ്ടല്ലോ, റിലേറ്റിവിറ്റി തിയറി നിങ്ങൾ അസലായിട്ട് ആടിച്ചങ്ങ് പറത്തിയങ്ങ് പഠിക്കും. അതാണ് അതിന്റെ എഫക്റ്റ്.